അണ്ണാ എനിക്കൊരു 10 രൂപ തരുമോ? എന്തിനാടാ 10 രൂപ? അണ്ണാ ഒരു ചായ കുടിക്കാനാ അണ്ണാ. എന്താ അണ്ണാ താ. നിനക്ക് വീട്ടിലുള്ള ചായ ഉണ്ടാക്കി കുടിച്ചാൽ പോലെ ഷിൻചാനെ. അല്ല അണ്ണാ, പുറത്തുള്ള ചായ കുടിക്കാനാ. പ്ലീസ് അണ്ണാ. 10 അല്ല 20 രൂപ. ഒരു കടിയും, ഒരു ചായ ഒരു കടിയും. ശരി തരാ. എന്നോട് പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നാ ശരി, ഞാനും വരുന്നുണ്ട്. ശരി അണ്ണാ, എന്നാ വാ. അതിന് മുമ്പേ നിനക്ക് ചായ മേടിച്ചു തരണമെങ്കിൽ എല്ലാവരോടും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഗൈസ്, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താത്തുള്ള ബെല്ലൈക്കൺ ഒന്നടിച്ചു പൊട്ടിക്കുക. പുതിയ വരുന്നവർ ഇതൊക്കെ ചെയ്യണേ. ഓക്കെ ഓക്കെ എന്നാ അവരെ ചെയ്തോളൂ. ഇനി നമുക്ക് പോവാ. എന്നാ വാ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ചായക്കട എത്തിയിട്ടോ. ചേട്ടാ, ചേട്ടൻ്റെ പോലെ ആള് ബാക്കി പോണ്. ആരാ? പോലെ കണ്ട് ഓരോ നിൽക്കറിയില്ല. എന്തായാലും ചേട്ടാ 2 ചായ 2 കടി കൊടുക്ക്. അപ്പുറത്ത് ഒരു ജ്യൂസ് കടയൊക്കെ ഉണ്ട്. നമ്മൾ വലിയ ജ്യൂസൊന്നും കുടിക്കില്ല. ഒരു മിനിറ്റ് കേട്ടോ ഷിൻചാനെ, ഒരു കോള് വരുന്നുണ്ട് എനിക്ക്. എടാ പോരെ, നീ വന്ന് വണ്ടി കയറാൻ നോക്ക്. മര്യാദക്ക് ഓളിയാണ്ട് കേറിക്ക, ഇല്ലെങ്കിൽ വെടി വെച്ചിടും ഞാന്, കേട്ടോടാ. അയ്യോ ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ ചേട്ടാ. അങ്ങനെ മര്യാദക്ക് വാ. ഇയാളത് തട്ടിയില്ല, ഇയാൾക്ക് ആളും. എന്താ പോലെ ചോയോടോ? ചായ ഒന്നുമില്ല വേണ്ടേ, ഇന്നാ പിടിച്ചോടാ. അയ്യോ ജോബേ, നിക്കടാ നിക്കടാ. അയ്യോ ജോബേ, നിക്കടാ. അങ്ങനെ വഴിക്ക് വാ. ചക്കാത് കണ്ടല്ലോ, ഇതേപോലെ നിന്റെ അവസ്ഥയാവും. എങ്ങാനും ഓളിട്ടാലും മര്യാദക്ക് വന്ന് കേറിക്ക വണ്ടിയില്, ഇല്ലെങ്കിൽ ഇതേപോലെ നിന്റെ അവസ്ഥ വരൂ. ചേട്ടാ കേറാ. ഓക്കെ കൂട്ടുകാരെ, ഇവനങ്ങനെ വണ്ടി കയറി. ഇനി ഇവനെ തട്ടിക്കൊണ്ട് പോകാം. ഞാനൊരു കിഡ്നാപ്പറാണ്, ആരൊന്നും വിചാരിക്കില്ലേ കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി ഇവനെ നമ്മളെ സ്ഥലത്ത് കൊണ്ടുപോവാം. അപ്പോൾ അതുവരെ എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം എടാ ചെക്ക ഇറങ്ങാൻ നോക്കടാ. എടാ ചെക്ക, ഇതിൽ നിന്റെ അണ്ണൻ്റെ നമ്പർ അടിക്കടാ. ഓത്തോ ഇതാ ചേട്ടാ. അങ്ങനെ വായിക്കവാ, ഞാൻ വിളിച്ചു നോക്കട്ടെ. ഹലോ, ഫ്രാങ്ക്ലിനല്ലേ? എന്താ വേണ്ടേ? നിങ്ങളുടെ ഷിൻചാൻ എന്ന് പറയുന്ന കുട്ടിയെ ഞാൻ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അവരെന്തേ തട്ടിക്കൊണ്ടുപോയി? എപ്പോ? അതൊന്നും അറിയണ്ട. ഞങ്ങൾക്ക് പൈസയൊന്നുമല്ല വേണ്ടത്, ഞങ്ങൾക്കൊരു മോഡിഫൈഡ് സൂപ്പർ കാറാണ് വേണ്ടത്. അത് കിട്ടിയാൽ നിന്റെ ഷിൻചാനെ ഞങ്ങൾ വെറുതെ വിടും. ഇല്ലെങ്കിൽ നിന്റെ ഷിൻചാനെ ചത്ത ബോഡി കിട്ടും, വേറെ ഒന്നും കിട്ടില്ല. അയ്യോ ഒന്നും ചെയ്യല്ലേ, ഞാൻ കൊണ്ടുവരാം. ശരി. എവിടുക്കാ കൊണ്ടുവരണ്ടേ? വില്ലേജിൻ്റെ അവിടേക്കാണ് കൊണ്ടുവരേണ്ടത്. ബൈ ബൈ. ഗൈസ്, ഇപ്പോൾ ആകെ പ്രശ്നമായല്ലോ. ആരോ ഒരാൾ നമ്മളെ ഷിൻചാനെ തട്ടിക്കൊണ്ടുപോയി, കിഡ്നാപ്പ് ചെയ്ത്. എന്താ ചെയ്യുക? ചായക്കടക്കാരെ അപ്പോൾ ഇതൊന്നും കണ്ടില്ലേ? നോക്കട്ടെ, ഞങ്ങളുടെ ചായക്കടക്കാരെ കാണാമല്ലോ. ചിലപ്പോൾ അയാൾ തട്ടിയിട്ടാവും ഷിൻചാനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവും അയാൾ. എന്തായാലും അയാൾക്ക് പൈസ ഒന്നുമല്ലേ വേണ്ട, മോഡിഫൈഡ് ഒരു സൂപ്പർ കാറാണ് വേണ്ടത്. എന്താ ചെയ്യുക നമുക്ക്? എന്തായാലും വേഗം പോയിട്ട് നമ്മളെ ഡിഫൻഡർ എടുത്തിട്ട് ഷോറൂമിൽ പോയിട്ടൊരു കാർ എടുക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ ഷോറൂമിൽ എത്തിയിട്ട് കാർ എടുത്തിട്ട് കാണാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ കാർ എടുത്തു. ഇനി ഇത് മോഡിഫൈ ചെയ്യണം. ഇതിപ്പോൾ സ്റ്റോക്ക് മോഡലാണ്. പിന്നെ അവളെ ഡിഫൻഡർ അവർ വീട്ടിലേക്ക് എത്തിക്കാൻ പറഞ്ഞ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ സ്റ്റോക്കാണ്. നമുക്കിതൊന്ന് മോഡിഫൈ ചെയ്യണം. എന്താ ചെയ്യുക? അവിടെ അടുത്തൊരു എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവർക്ക് ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് കാണാം, അവൻ്റെ അവിടേക്ക് പോവാം. ഓക്കെ, നമുക്ക് അവൻ്റെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവനെ വിളിക്കട്ടെ ഏട്ടാ. അവന് ഈ ഫ്ലാറ്റിലാണ് താമസിക്കണം. അവന് റിപ്പയർ കിറ്റൊക്കെ എടുത്ത് വരും. ഇനി നമുക്ക് മോഡിഫൈ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഇത് എന്തായാലും കാണണേ, ഇവര് ഫ്രീ ആയിട്ട് ഇത്ര വലിയ മോഡിഫൈയിങ് ഒക്കെ ചെയ്തെന്നാ. എന്ത് കാണണം, ബ്ലാക്ക് കളറ്, എലോവീലൊക്കെ റെഡ് കളറ്. ഇതിപ്പോൾ ഈ കളർ എനിക്ക് സ്വന്തമായിട്ട് എടുക്കാനാണ് തോന്നുന്നത്. നല്ല അടിപൊളി കളറ്, എലോവീലിൻ്റെ കളറൊക്കെയാണ്. എന്തായാലും ഇത് എനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കൊന്നൊരു ഐഡിയ ചെയ്താലോ? അതെന്താ നിങ്ങൾ തന്നെ കണ്ടോട്ടോ ഗൈസ്. അപ്പം ഇനി നമുക്ക് നേരെ വില്ലേജിലേക്ക് പോകട്ടോ ഗൈസ്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇതൊന്നും കണ്ടില്ല. അവിടെ ഒരു വേറൊരു സൂപ്പർ എടുക്കണ്ടല്ലോ ഇടിച്ചിട്ട്, അതറിയില്ല. നമ്മളുടെ മറ്റേ എന്താ അവൻ്റെ പേര്, തോമു.
ഞാൻ പെട്ടെന്ന് മറന്ന് കുറച്ച് ദിവസം വരെ കണ്ടിട്ട്. നമ്മളെ തോമ ഒന്നും ഇത് കണ്ടില്ല, തോമസ്. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അയ്യോ വണ്ടി അടിച്ച് സ്ക്രാച്ച് വല്ലതും പറ്റിയാ? നോക്കട്ടെ കേട്ടോ. അല്ല ഒന്നും പറ്റിയില്ല. അപ്പോൾ ഓൻ്റെ വീടിൻ്റെ കയ്യിൽ കൂടെ കുറേ വണ്ടി പോകണമല്ലോ, ഓൻ്റെ എങ്ങനെ അറിയുക? ഓനക്കിപ്പോൾ എങ്ങനെ അറിയാം ഏത് വണ്ടിയില്ല ഷിൻചാനെ കിഡ്നാപ്പ് ചെയ്തതെന്ന്? അപ്പം നമുക്ക് പോവാട്ടോ ഗൈസ്. വീണ്ടും ഇടിച്ചത് എന്തത്? ഫുള്ള് ഇടിയാണല്ലോ. ഒഴഞ്ഞ് പക്ഷെ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഈ വഴിയാണ് വില്ലേജിക്ക് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അല്ല, ഈ വഴി തന്നെയാണ് തന്നെയല്ലേ? അത് തന്നെയാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വല ഗുണ്ടകളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എവിടെയാടോ ആ കാറ്? ഇതാണ് കാറ്. ഇന്ന് തോയോ എന്നാ ഷിൻചാനെ? അണ്ണാ അതിന് മക്കള് ഇങ്ങോട്ടല്ലേ? എന്തോടോ ഇങ്ങോട്ട് വിളിക്കുന്നത്? അതെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടോ. നിങ്ങൾ വേറെ ആളായിട്ടാണ് കളിച്ചിരിക്കുന്നത്. മക്കളെ, ഈ തോക്ക് കണ്ടിട്ടുണ്ടോ? മക്കൾ ആരായിട്ടാണ് കളിച്ചത്? മക്കൾക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്നെ ആയിട്ടാടാ കളിച്ചത്. ഞാൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോടാ മക്കളെ? ഞാൻ നിങ്ങളെ വെറുതെ വിടില്ലോ. എല്ലാവരും അറ്റാക്ക് ചെയ്യണം പോലെ. ഇവൻ നമ്മളെ ടീമിനെ വെടിവെക്കുന്നു. എല്ലാവരും അറ്റാക്ക് ചെയ്യേ. അറ്റാക്ക് ചെയ്യണം. ഇളകിയാ വെടിവെക്കോ? എല്ലാത്തിനും ഒന്ന് ഹെഡ് അടിച്ചിടുക. ഒരുത്തന് കണ്ണി കടിച്ച്, ഒരുത്തന് മുക്കി കടിച്ച്. ഷിൻചാനെ വന്ന് വണ്ടി കയറാ. അല്ല അണ്ണായ, എന്തിനാ അവരങ്ങനെ മാറ്റി നിർത്തേ? ആദ്യം വന്ന് വണ്ടി കയറാം, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അണ്ണപ്പ കേറാ. അപ്പൊ ഷിൻചാനെ, നീ ചോദിച്ചില്ലേ എന്തിനാ അവര് മാറ്റി നിർത്തിയത്? അതിനവളെ വണ്ടി പൊട്ടി തീർക്കാണ്ടിരിക്കാനാടാ. അണ്ണാ അത് ശരിയാലേ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇഷ്ടം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു കൂട്ടിയാ. ബൈ ബൈ ഗൈസ്. ഷിൻചാനെ ബൈ ബൈ പറയടാ. ബൈ ബൈ. അങ്ങനെ